ഗൈസ്, ഒരു ഫുൾ ടാങ്ക് ഫ്യൂവലിൽ നിങ്ങൾക്കൊരു 300 കിലോമീറ്റർ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, നമ്മളെ ബജാജിൻ്റെ ഫ്രീഡം. അപ്പോൾ ഈ ഒരു ബൈക്ക് നിങ്ങളെല്ലാവരും കണ്ട് പരിചയമുള്ളൊരു ബൈക്കായിരിക്കും നമ്മളെ ബജാജിൻ്റെ ഫ്രീഡം ബൈക്ക്. അപ്പോൾ ഈ ഒരു ബൈക്കിന് നമ്മളൊരു ഇപ്പോൾ ഒരു ഓഫർ നൽകുന്നുണ്ട്. അതായത് വഴുതക്കാടുള്ള നമ്മളെ പൈനിയർ ബജാജിൽ ഇപ്പോൾ ഈ മന്ത് ലാസ്റ്റ് വരെ നമുക്കൊരു കിട്ടിലെ ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 5000 റുപ്പീസ് ക്യാഷ് ബാക്കാണ് ഈ ഒരു മന്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അപ്പം അതാരും മിസ് ചെയ്യാതിരിക്കുക. ബൈക്കും കാര്യങ്ങളൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പൈനിയർ ബജാജിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മളെ ബൈക്കിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ഒരു CNG ബൈക്കാണ് നമ്മളെ ബജാജിൻ്റെ ഈ ഒരു ഫ്രീഡം. പോരാത്തിന് ഇതിൻ്റെ കൂടെ ഒരു 2 ലിറ്റർ പെട്രോൾ ടാങ്കും ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. 2 ലിറ്റർ പെട്രോളും 2 kg CNG ടാങ്കുമാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളൊരു വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത് ഉള്ളൊരു സീറ്റാണ് കേട്ടോ. സീറ്റിന് ഇത്ര ലെങ്ത് ഉള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ CNGയുടെ ടാങ്ക് ഈ സീറ്റിൻ്റെ അടിവശത്താണ് ഇരിക്കുന്നത് കേട്ടോ. മാത്രമല്ല നമുക്ക് ഒരു റൈഡറിന് ഒരു പില്ലിന് നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ലോങ് ടൂർ പോകുന്ന സമയത്ത് സുഖമായിട്ട് ഇരുന്ന് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്രോളും ഈ ഒരു CNG ഫുൾഫിൽ ചെയ്ത് പോയാൽ നമുക്കൊരു 300 കിലോമീറ്റർ എങ്ങനെ പോയാലും അടിപൊളിയായിട്ട് സുഖമായിട്ട് പോയിട്ട് വരാനായിട്ട് പറ്റും. പിന്നെ ട്രാവൽ ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മളെ ലഗേജ് ബാഗും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ റോപ്പിക്ക് ചുറ്റി നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഫീച്ചേഴ്സിലോട്ട് പോകാം. 125cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടോട് ജസ്റ്റ് ഞാൻ കേൾപ്പിച്ച് തരാം. ഓക്കെ, ഇത് 125ൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എക്സോസ്റ്റ് നോട്ട് തന്നെ പറയാം കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. വണ്ടി കയറിയിരിക്കാം. അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫൂട്ടാണ്. എനിക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത് ഇതിൻ്റെ മീറ്റർ കൺസോളിലോട്ട് വരാം. സംഭവം ഒരു കുഞ്ഞ് മീറ്റർ കൺസോളാണ്, പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കോൾ വരുമ്പോൾ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കും. അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് എന്താ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ന്യൂട്രൽ, പെട്രോൾ, CNGയുടെ അളവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവം, സൈഡ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ കിലോമീറ്റർ, ഓഡോമീറ്റർ, പിന്നെ ഗിയർ ഇൻഡിക്കേഷൻ വരെ ഈ ഒരു മീറ്ററിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചർ ഈ മീറ്ററിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്വിച്ചിൻ്റെ അകത്ത് നമുക്ക് ഡിമ്മും റൈറ്റും, പിന്നെ നമുക്ക് CNG അതേപോലെ തന്നെ പെട്രോളും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പെട്രോൾ നമുക്ക് തീരാറായി നമുക്ക് സ്വിച്ച് ചെയ്ത് CNGയിലോട്ട് ആക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ടോപ്പിലോട്ട് ആക്കിയാൽ നമുക്ക് CNGയിലോട്ട് ആവും. അത് നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് മാറ്റി ഇത് കൺവേർട്ട് ചെയ്ത് മാറ്റി നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ സൈഡ് ഇൻഡിക്കേഷൻ, ഹോൺ, സെൽഫ്, ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തായിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഇതിൻ്റെ പെട്രോൾ ടാങ്കാണ് ഈ സൈഡിൽ കാണുന്നതിന് ഓറഞ്ച് ടാങ്ക്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് സെയിലിനുള്ള ബൈക്കല്ല. ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെ വരുന്നത് കാണിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിൻ്റെ CNGയുടെ ടാങ്കാണ് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ സീറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇത്രയും ഭാഗത്താണ് നമ്മളെ ഈ ഒരു CNGയുടെ ടാങ്ക് ഇരിക്കുന്നത്. കണ്ടില്ലേ? വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കിലോട്ട് വരാനത് ഒരു 240mm ഡിസ്കും 2 പിസ്റ്റൺ കാലിപ്പർ, ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ആ ഒരു ടെലസ്കോപ്പിക്ക് നമുക്ക് ഇതൊരു കാണാൻ പറ്റില്ല. ഫുൾ ഒരു ഫ്രീഡോന്നൊക്കെ ഇതൊരു കവർ വെച്ച് ഫുൾ കവറാക്കി വെച്ചേക്കാണ് കേട്ടോ. സംഭവം അടിപൊളിയായി. റിയർ വരാൻ നേരത്ത് നമുക്കൊരു ഡ്രം ബ്രേക്കാണ് വരുന്നത്. 120 സൈസിൻ്റെ ഒരു റിയർ ടയറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കേസ് ഇത് സിംഗിൾ ചാനൽ ABS ആണ്. ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് ABS ഉള്ളൂ കേട്ടോ. നമുക്ക് റിയറിലായിട്ട് ഒരു റെഡ് കളറിൽ ഒരു മോണോ ഷോക്കും കൂടെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു ബൈക്ക് നമുക്ക് ഡെയിലി യൂസിനായാലും നമുക്ക് ലോങ് റൈഡിനായാലും വണ്ടി എന്തായാലും അടിപൊളി നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഡെയിലി യൂസ് ആണെങ്കിൽ ഇതിൻ്റെ മൈലേജും പിന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, ട്രാഫിക് കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൽ കൂടി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് മാറി പോകാനായിട്ട് പറ്റും. ലോങ് ഡിസ്റ്റൻസ് പോവുകയാണെങ്കിൽ ഇതിൻ്റെ മൈലേജാണ് നമുക്ക് നോക്കാമല്ല. മൈലേജ് അതേപോലെ തന്നെ ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് യൂസിനാണെങ്കിലും ഈ ഒരു ബൈക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് എന്തായാലും നിങ്ങൾ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നിരിക്കും. ഈ ഒരു ബൈക്കിൻ്റെ സേഫ്റ്റി എന്തുമാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് ബജാജ് തന്നെ അവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ എല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോയുടെ ജസ്റ്റ് ഒന്ന് ആടി തയ്ക്കാത്ത പലതരത്തിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട. അത്തരത്തിലുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈക്സ് നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന ബ്ലൂ കളർ മാത്രമല്ല, ഇതിൻ്റെ ഒരു 5 കളർ വേരിയൻറ്റിൽ ഈ ഒരു ബൈക്സ് അവൈലബിൾ ആണ് കേട്ടോ. അതായത് റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ, വൈറ്റ്, ഇങ്ങനെ 5 കളറിലാണ് നമ്മളൊരു ബജാജിൻ്റെ ഫ്രീഡം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ ബുക്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വഴുതക്കാട് നമ്മളെ പൈനിയർ ബജാജിൽ വന്നാൽ നിങ്ങൾക്ക് 5000 റുപ്പീസ് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് ബുക്ക് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബുക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. അവരടുത്ത് പറഞ്ഞാലും മതി, പ്രശ്നമില്ല. നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പം എന്താണ്, ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. വണ്ടി ഞാൻ റോഡിലൊക്കെ കുറച്ച് ഓടിച്ച് നോക്കിയായിരുന്നു. ടോപ്പ് വയ്ക്കുന്ന ഹെൽമെറ്റ് എടുത്തില്ല, അതുകൊണ്ടാണ് അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും ഇടാത്ത കേട്ടോ. ഞാൻ കാറിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു ബൈക്ക് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കയറി കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവരെ ഫുൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്തോ. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. അതുവരെയും ഗുഡ് ബൈ.